നമസ്കാരം. കാശ്മീരി ജനതയെ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP സർക്കാർ. അതിനുള്ള ആദ്യ പടിയെന്നോണം ജമ്മു കാശ്മീർ ഒരു തീവ്രവാദിയുടെ കുടുംബങ്ങൾക്കും കല്ലീറ് നടത്തുന്നവരുടെ അടുത്ത ബന്ധുക്കൾക്കും സർക്കാർ ജോലി ലഭിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കടുത്ത സന്ദേശം നൽകി. നരേന്ദ്രമോദി സർക്കാർ തീവ്രവാദികളെ ലക്ഷ്യം വെക്കുക മാത്രമല്ല ഭീകര ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇത് രാജ്യത്ത് തീവ്രവാദ സംഭവങ്ങളിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഷാ പറഞ്ഞു. അതേസമയം ഈ തീരുമാനത്തിനെതിരെ ചില മനുഷ്യാവകാശ പ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവസാനം സർക്കാർ വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ, രാജ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമത്തിലൊക്കെ എന്ത് മനുഷ്യാവകാശ നിയമലംഘനമാണെന്നാണ് അറിയാത്തത്. കൂടാതെ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മുന്നോട്ട് വന്ന തന്റെ അടുത്ത ബന്ധു തീവ്രവാദ സംഘടനയിൽ ചേർന്നതായി അധികാരികളെ അറിയിച്ചാൽ സർക്കാർ അത് ഒഴിവാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അത്തരം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻപ് ഒരു ഭീകരനെ വധിച്ചതിന് ശേഷം കാശ്മീരിൽ ശവസംസ്കാര ചടങ്ങുകൾ നടത്താറുണ്ടായിരുന്നുവെന്ന് ഷാ പറഞ്ഞു. എന്നാൽ തങ്ങൾ ഈ പ്രവണത അവസാനിപ്പിച്ചു. തീവ്രവാദിയെ എല്ലാ മതപരമായ ആചാരങ്ങളോട് കൂടിയും എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് അടക്കം ചെയ്യുമെന്ന് തങ്ങൾ ഉറപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഭീകരനെ സുരക്ഷാ സേന വളയുമ്പോൾ ആദ്യം കീഴടങ്ങാൻ അവസരം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. തങ്ങൾ അവന്റെ അമ്മയെയോ ഭാര്യയെയോ പോലെയുള്ള കുടുംബാംഗങ്ങളെ വിളിക്കുകയും ഭീകരനോട് കീഴടങ്ങാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഭീകരൻ അത് ചെവിക്കൊണ്ടില്ലെങ്കിൽ അയാൾ മരിക്കുമെന്നും ഷാ കൂട്ടിച്ചേർത്തു. സർക്കാർ ഭീകരരെ ലക്ഷ്യം വെക്കുക മാത്രമല്ല ഭീകര ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും ചെയ്തതിനാൽ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. NIA വഴി തങ്ങൾ തീവ്രവാദ ഫണ്ടിങ്ങിനെതിരെ ശക്തമായ നടപടിയെടുക്കുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തു. തീവ്രവാദ ഫണ്ടിങ്ങിൽ തങ്ങൾ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2018 ജമ്മു കാശ്മീരിൽ 228 ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. 2023 അത് 50 കുറഞ്ഞു. 2018 സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ 189 ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2023 അത് 40 കുറഞ്ഞു. 2018 55 സാധാരണക്കാർ വിവിധ ഭീകര സംഭവങ്ങൾ കാരണം കൊല്ലപ്പെട്ടുവെങ്കിൽ 2023 അത് 5 കുറഞ്ഞു. 2018 ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ 91 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെങ്കിൽ 2023 അത് 15 കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കെല്ലാം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ആശ്വസിക്കാവുന്ന തരത്തിലുള്ള നടപടികളാണ് മോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ദിനംപ്രതി ഓരോ മേഖലയിലും ഈ ഗണ്യമായ വളർച്ച നമുക്കെല്ലാം ഒട്ടേറെ പ്രതീക്ഷകളും അതിനൊപ്പം തന്നെ അഭിമാനവും പകരുന്നതാണ്. അതെ, മോദി ഭാരതം വാനോളം വളരട്ടെ.